Okay. All of you mark the attendance. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. മൂന്നാമത്തെ ലെസൺ ആണ് ഗുരുവചനം തിരുവചനം. എന്താണ് മൂന്നാമത്തെ ലെസന്റെ പേര്? ഗുരുവചനം തിരുവചനം. അപ്പൊ ഗുരുവചനം ആരാണ് ഈ ഗുരു? ആരാണ് ഗുരു? ഓക്കെ. അതായത് വിദ്യ തരുന്ന ആള് അല്ലെ, അധ്യാപകർ അല്ലെ, ടീച്ചേഴ്സ് അല്ലെ, ഇവരാണ് ഗുരു. അതായത് നമുക്ക് വിദ്യ നൽകുന്ന ആള്. ഓക്കെ. അപ്പൊ ഗുരുവചനം, വചനം എന്താർത്ഥം? വാക്ക്. അപ്പൊ ഗുരുവിന്റെ വചനം എന്താണ്? തിരുവചനം എന്നാ പറഞ്ഞ. നല്ല വചനം. തിരു പറഞ്ഞ ദൈവത്തിന്റെ അർത്ഥത്തിലാ പറഞ്ഞ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന് വായിക്കാം മിസ്. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഗുരുവും ഗുരുപത്നിയും പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. മറ്റാരും അടുത്തെങ്ങുമില്ല. ഇത് തന്നെ നല്ല തക്കം. ഇന്നയാളുടെ കഥ കഴിക്കണം. സുകുമാരനൊരു വലിയ പാറക്കല്ലുമായി പാത്തും പതുങ്ങിയും ഗുരുവിന്റെ തട്ടിന് പുറത്തേക്ക് വലിഞ്ഞു കയറി. വീടിന്റെ മേൽക്കൂരയിൽ എവിടെയോ ഇരുന്ന് നരിച്ചീറുകൾ ബഹളം കൂട്ടുന്നുണ്ട്. സുകുമാരൻ തന്റെ കയ്യിലുള്ള പാറക്കല്ല് ബലമായി പിടിച്ചു. അവൻ അവിടെ ഇരുന്ന് ഓരോന്നങ്ങനെ ഓർക്കാൻ തുടങ്ങി. യെസ്, ഞാൻ വീഡിയോ ഓഫ് ആകട്ടെ? എന്തിന്? വീഡിയോ ഓൺ ചെയ്തിരുന്നാ മതി. നിനക്ക് റുവൈസിന്റെ കാര്യല്ലേ ഇവിടെ പറയുന്നത്? റുവൈസിന്റെ അനുജൻ ഇത്രയും സമയം എന്റെ മുമ്പില് വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഇരുന്നത്. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ക്ലിയർ ആയിട്ട് കണ്ടോളും. റിഹാൻ എന്നെ നല്ല നല്ല സൂപ്പറായി കാണുന്നുണ്ടായിരുന്നു. റിഹാൻ എഴുതിയത് എനിക്ക് നന്നായി കാണുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നീ അവിടെ വീഡിയോ ഓൺ ചെയ്തിട്ടൊന്ന് ഇരുന്ന് നോക്കിയേ. ഷിസ ഫാത്തിമ മുഹമ്മദ് റിഹാൻ, ടേൺ ഓൺ യുവർ വീഡിയോ. വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. അപ്പൊ സുകുമാരൻ ഒരു വലിയ പാറക്കല്ലുമായി പാത്തും പതുങ്ങിയും ഗുരുവിന്റെ തട്ടിന് പുറത്തേക്ക് വലിഞ്ഞു കയറി. വീടിന്റെ മേൽക്കൂരയിൽ എവിടെയോ ഇരുന്ന് നരിച്ചീറുകൾ ബഹളം കൂട്ടുന്നുണ്ട്. സുകുമാരൻ തന്റെ കയ്യിലുള്ള പാറക്കല്ല് ബലമായി പിടിച്ചു. അവൻ അവിടെ ഇരുന്ന് ഓരോന്നങ്ങനെ ഓർക്കാൻ തുടങ്ങി. എത്ര നാളായി അയാൾ തന്നെ ശകാരിക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ശകാരം തന്നെ ശകാരം. ഗുരുവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശിഷ്യനോട് അല്പമെങ്കിലും കരുണ കാണിക്കണ്ടേ? ഇനിയും കുറ്റം പറച്ചിൽ കേൾക്കാൻ വയ്യ. ഇന്ന് അയാളുടെ കഥ കഴിക്കണം. ഈ പാറക്കല്ലിൽ തലയിൽ തന്നെ വീഴ്ത്തണം. സുകുമാരൻ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. പല്ലു ഞെരിച്ചു. താൻ എത്ര എളിമയോടുകൂടിയാണ് അയാളോട് പെരുമാറുന്നത്. ഇത്രയും അച്ചടക്കവും അനുസരണയും കാണിക്കുന്ന ശിഷ്യന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്നിട്ടും ശാസന തന്നെ ശാസന. പുറത്താരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നു. സുകുമാരൻ ചെവിയോർത്തു. അതാ അവർ വരികയാണ്, ഗുരുവും ഗുരുപത്നിയും. അകത്ത് കയറി അത്താഴം കഴിക്കാനിരിക്കട്ടെ, അപ്പോൾ കല്ല് തലയിലേക്കിടാം. പെട്ടെന്ന് ഗുരുമന്ദിരത്തിലെ വിളക്ക് തെളിഞ്ഞു. സുകുമാരൻ ഒന്നുകൂടി ശ്വാസം അടക്കി പിടിച്ചു. നെഞ്ചിടിപ്പിന്റെ ശബ്ദമെങ്ങാനും ഗുരു കേട്ടാലോ? ഗുരുപത്നി ചെറിയ പാത്രത്തിൽ അന്ന് കിട്ടിയ ഭിക്ഷച്ചോറ് വിളമ്പി. ഇരുവരും ഒരു പുല്ലുപായ വിരിച്ച് അത്താഴം കഴിക്കാനിരുന്നു. സുകുമാരന്റെ നെഞ്ച് പടപടാ എന്നിടിച്ചു. ഇനി നിമിഷങ്ങൾ മാത്രം. തന്നെ ശാസിക്കുന്ന ദുഷ്ടനായ ഗുരുവിന്റെ കഥ ഇതോടെ തീരുകയാണ്. അവൻ കല്ലിൽ മുറുകെ പിടിച്ചു. അപ്പോഴാണ് താഴെ ഒരു സംസാരം കേട്ടത്. സുകുമാരൻ ചെവി വട്ടം പിടിച്ചത് ശ്രദ്ധിച്ചു. ഗുരുപത്നി ഗുരുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് നമ്മുടെ സുകുമാരനെ എപ്പോഴും ശാസിക്കുന്നത്? അവനെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. ഓ, അത് നീ ശ്രദ്ധിച്ചോ? ഗുരു സന്തോഷത്തോടെ പത്നിയെ നോക്കി. തൊട്ടതിനൊക്കെ ഉപദേശിക്കുന്നത് അവൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഈയിടെയായി അവന്റെ മുഖം എപ്പോഴും മ്ലാനമാണ്. ഗുരുപത്നി വിശദമാക്കി. സുകുമാരൻ എന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യനാണ്. അവനിൽ പല വിശിഷ്ട ഗുണങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പൊന്നുപോലെയാണ് അവന്റെ മനസ്സ്. എങ്കിലും ചെറിയ കുറവുകൾ അവനിൽ കാണുന്നുണ്ട്. അതുകൂടി നീക്കി അവനെ ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളക്കമുള്ളവനാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വെറുതെ ശകാരിക്കുകയല്ല. ഗുരുവിന്റെ മുഖം അഭിമാനം കൊണ്ട് തുടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പൊ ഞാനും വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഗുരുപത്നി ക്ഷമാപണത്തോടെ അറിയിച്ചു. ഈ സംഭാഷണം കേട്ട് തട്ടിന് മുകളിലിരുന്ന സുകുമാരൻ ഞെട്ടി. അവന്റെ കൈകാലുകൾ വിറച്ചു. ശ്വാസം പോലും പെട്ടെന്ന് നിന്നുപോയതുപോലെ തോന്നി. തന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഗുരു, തന്നെ ഊതിക്കാച്ചിയെ പൊന്നാക്കി മാറ്റാൻ പാടുപെടുന്ന ഗുരു. ഈ ഗുരുവിനെയാണോ താൻ ദാരുണമായി കൊല്ലാൻ ശ്രമിച്ചത്? താനൊരു മഹാപാവിയാണ്, ഗുരുദ്രോഹിയാണ്. തേനും പാലും നൽകുന്ന കയ്യിൽ കൊത്താനോങ്ങിയ സർപ്പമാണ്. ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരും. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അണപൊട്ടി ഒഴുകി. ഗുരുവും ഗുരുപത്നിയും ഉറക്കമായപ്പോൾ സുകുമാരൻ കയ്യിലുള്ള പാറക്കല്ലുമായി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് കടന്നു.
പക്ഷെ അന്ന് രാത്രി സുകുമാരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അതിരാവിലെ അവൻ ഗുരുവിന്റെ സന്നിധിയിലെത്തി. സുകുമാരൻ വിനയപൂർവ്വം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് അങ്ങയോട് ഒരു പ്രധാന കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താണത്? ഗുരു അന്വേഷിച്ചു. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യനെ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? സുകുമാരൻ ഗുരുമുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെയുള്ള ഒരു ശിഷ്യൻ ഉമിത്തിയിൽ നീറി നീറി മരിക്കുകയാണ് വേണ്ടത്. ഗുരു മറുപടി പറഞ്ഞു. താമസിയാതെ സുകുമാരൻ ഒരു വലിയ കുഴി കുഴിച്ച് അതിലിറങ്ങി നിന്നു. പിന്നെ കഴുത്തറ്റം വരുന്ന ഉമിയിട്ട് മൂടി. എന്നിട്ട് ആ ഉമിക്ക് തീ കൊളുത്തി. തന്റെ ഉത്തമ ശിഷ്യനായ സുകുമാരനാണ് ഇപ്രകാരം തെറ്റ് ചെയ്തതെന്നറിഞ്ഞ് ഗുരുവിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. ഉമിത്തിയിൽ നിന്ന് സുകുമാരനെ രക്ഷിക്കാൻ അദ്ദേഹം പല ഉപദേശങ്ങളും നൽകിയെങ്കിലും സുകുമാരൻ അതിൽ നിന്ന് അണുവിട പോലും പിന്മാറാൻ തയ്യാറായില്ല. ആ ഉമിത്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വയം നിർമ്മിച്ചു പാടിയതാണത്രേ ശ്രീകൃഷ്ണ വിലാസം കാവ്യം. എന്നാൽ ആ കാവ്യം പൂർത്തിയാക്കാൻ സുകുമാര കവിക്ക് കഴിഞ്ഞില്ല. 12ാമത്തെ സർഗത്തിലെ 62ാമത്തെ ശ്ലോകം പാടുമ്പോഴേക്കും ഉമിത്തി പടർന്നു കയറി. അതോടെ അദ്ദേഹത്തിന്റെ നാവ് വെന്തുപോയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പ്രതിഭാശാലിയായിരുന്ന സുകുമാര കവിയുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. എങ്കിലും ഗുരുഭക്തിയുടെ ഒരു വലിയ പ്രതീകമായി അദ്ദേഹം ജീവിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ കഥ വായിച്ചതിൽ നിന്നും? എന്താണ് സുകുമാരൻ ചെയ്തത്? എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഗ്രേസേ, വീഡിയോ ഓൺ ചെയ്തേ ഗ്രേസേ. ഓക്കെ, എന്താണ് മനസ്സിലായത് മക്കളെ? ഈ കഥ മിസ് ഇത്രയും സമയം വായിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും അതിൽ നിന്ന് മനസ്സിലായില്ല? പറഞ്ഞോ, നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾക്ക് പറയാം. ഒന്നുമില്ല, ആർക്കൊന്നും പറയാനില്ല. നമ്മള് ഗുരുക്കന്മാരെ എന്താ ഇവിടെ എന്താണ് സംഭവിച്ചത്? തന്നെ ശകാരിക്കുന്ന ഗുരുവിനോട് പക തീർക്കണം എന്നാണ് ശിഷ്യൻ തീരുമാനിച്ചത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കഥ വായിച്ചിരുന്ന് മനസ്സിലായത്? സുകുമാരന് തന്റെ ഗുരുവിനോട് അടങ്ങാത്ത പകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാ? തന്നെ എപ്പോഴും ശകാരിക്കുന്നു. ആര്? ഗുരു, അല്ലേ? അപ്പൊ എന്തിനാണ് ശകാരിക്കുന്നത്? അത് മനസ്സിലായോ നിങ്ങൾക്ക്? ആ ശിഷ്യൻ ഏറ്റവും നന്നാവാൻ വേണ്ടിയാണ് ആ ഗുരു അവനെ ശകാരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അതെങ്ങനെ മനസ്സിലായി? കൊല്ലാൻ വേണ്ടി മുകളില് കയറി നിന്ന സമയത്താണ് മനസ്സിലായത്, അല്ലേ? തന്റെ പത്നിയോട് ഗുരു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ആർക്ക്? സുകുമാരന് മനസ്സിലായത് ഗുരുവിന് തന്നോട് തീരാത്ത സ്നേഹമാണുള്ളത്, അതുകൊണ്ടാണ് തന്നെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊരു കാര്യം വ്യക്തമായത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു അധ്യാപകൻ നിങ്ങളെ വഴക്ക് പറയുന്നുവെങ്കിൽ അതിന് എന്താ അർത്ഥം? അല്ലെങ്കിൽ അധ്യാപകനാകട്ടെ, മാതാപിതാക്കളാകട്ടെ, അല്ലെങ്കിൽ മറ്റു നിങ്ങളോട് സ്നേഹമുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലേ? അപ്പൊ നിങ്ങളെ അവർ വഴക്ക് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവരോട് ദേഷ്യമല്ല ഉണ്ടാവേണ്ടത്, അല്ലേ? ആണോ? ദേഷ്യമാണോ ഉണ്ടാവേണ്ടത് നമ്മൾ ഒരാൾ വഴക്ക് പറഞ്ഞാല്? അല്ല, അല്ലേ? നിങ്ങൾ നല്ല കുട്ടിയായിരിക്കാൻ വേണ്ടിയാണ് സ്ഥിരം ഒരാൾ നിങ്ങളെ വഴക്ക് പറയുന്നത്, അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഊതിക്കാച്ചിയെടുത്ത് നല്ല പൊന്നു പോലെ തിളക്കമുള്ളതാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഒരാൾ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വഴക്ക് പറയാ, അല്ലെ? എന്തിനാ? ചിലപ്പോ നിങ്ങൾ കുറച്ച് നല്ല കുട്ടിയായിരിക്കാം അമ്മയുടെ മനസ്സിൽ, പക്ഷെ എന്തിനാണ്? കുറച്ചുകൂടി നന്നാവാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? റിവൈസേ, പഠിക്ക് എന്ന് പറയുന്നുണ്ടാവും, ചിലപ്പോ പേടിപ്പിക്കുന്നുണ്ടാവും, ക്ലാസ്സിൽ കയറി എന്ന് പറയുന്നുണ്ടാവും, അല്ലെ? റിവൈസിനോട് മാത്രമല്ല, ജസ്റ്റ് മിസ് ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എല്ലാവരെയും ചിലപ്പോ അമ്മമാരോ അച്ഛന്മാരോ ആരെങ്കിലും ടീച്ചേഴ്സോ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി മാത്രമാണ്? നിങ്ങളുടെ നന്മയ്ക്കായി കരുതി മാത്രമാണ് എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെ? ആണോ? കേൾക്കുന്നില്ലേ മക്കളെ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. റിഹാനെ, കുറെ ദിവസം കൂടി മിസ് കണ്ടുവല്ലോ റിഹാനെ. എവിടെ ആയിരുന്നു റിഹാൻ? ഇങ്ങനെയൊക്കെ മതിയോ റിഹാനെ? എല്ലാ ദിവസവും ക്ലാസ് കയറണം കേട്ടോ. ഓക്കെ, അപ്പോ ഗുരുവചനം, തിരുവചനം. അപ്പോ ഗുരുക്കന്മാർ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നല്ല കുട്ടികളായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വഴക്ക് പറയുന്നത്, അല്ലേ? നല്ല മക്കളായിട്ട് നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ? അങ്ങനത്തെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഗുരുവും ഗുരുപത്നിയും പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. മറ്റാരും അടുത്തെങ്ങുമില്ല. ഇത് തന്നെ നല്ല തക്കം.
ഇന്ന് അയാളുടെ കഥ കഴിക്കണം. കഥ കഴിക്കുക എന്താ അർത്ഥം? അയാളെ കൊല്ലുക അല്ലെ, കൊല്ലുക, അയാളെ കൊല്ലല്, അത് തന്നെയാണ്. അപ്പൊ കഥ കഴിക്കുക. ഇന്ന് അദ്ദേഹത്തിന്റെ കഥ കഴിക്കണം, ഗുരുവിന്റെ കഥ കഴിക്കണം എന്ന് ഉറച്ചിട്ട് വിശ്വസിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ആര്, സുകുമാരൻ തട്ടിൻപുറത്ത് കയറിയിരുന്നത് അല്ലേ. അപ്പോ ആരാണ് സുകുമാരൻ, ആരാണ് ഗുരു ഏതാണെന്നൊക്കെയാണ് പിന്നെ പറയുന്നത്. എന്ത്, സുകുമാരൻ വലിയ പാറക്കല്ലുമായി പാത്തും പതുങ്ങി ഒളിച്ചൊളിച്ചു പോയിട്ടാണ് എവിടെ, ഗുരുവിന്റെ തട്ടിൻപുറത്ത് വലിഞ്ഞു കയറി. വീടിന്റെ മേൽക്കൂരയിൽ എവിടെയോ ഇരുന്ന് നരിച്ചീറുകൾ ബഹളം കൂട്ടുന്നുണ്ട് അല്ലെ. ഒരുതരം ജീവി നരിച്ചീറുകൾ. പേടിയാവുന്നുണ്ട് സുകുമാരന്, രാത്രി ആയതുകൊണ്ട് പേടിയാവുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ ബഹളം കൂട്ടുന്നത്. സുകുമാരൻ തന്റെ കയ്യിലുള്ള പാറക്കല്ല് ബലമായി പിടിച്ചു അല്ലെ. പേടി വരുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മുറുക്കങ്ങ് പിടിച്ചു. പിന്നെന്ത്, അവൻ അവിടെ ഇരുന്ന് ഓരോന്നങ്ങനെ ഓർക്കാൻ തുടങ്ങി. എന്താ ഓർക്കാൻ തുടങ്ങിയേ? എത്ര നാളായി അയാൾ തന്നെ ശകാരിക്കുന്നു. ശകാരിക്കുക, വഴക്ക് പറയുക അല്ലെ. എത്ര നാളായി അയാൾ തന്നെ ശകാരിക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശകാരം തന്നെ ശകാരം. ഗുരുവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശിഷ്യനോട് അല്പമെങ്കിലും കരുണ കാണിക്കണ്ടേ? അപ്പൊ ഈ ശിഷ്യനെ ഗുരു എങ്ങനെയാ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാ പറഞ്ഞേ ശിഷ്യനോട് ഗുരുവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശിഷ്യനോട് അല്പമെങ്കിലും കരുണ കാണിക്കണ്ടേ, ദയ കാണിക്കണ്ടേ എന്നാണ് പറഞ്ഞത്. അപ്പൊ അല്പം പോലും ആരോട്, ശിഷ്യനോട് ദയ കാണിക്കാത്ത ആളാണ് ഗുരുവായ ഇവിടെ പറയുന്ന ഇദ്ദേഹം അല്ലെ. അപ്പോ ഇനിയും കുറ്റം പറച്ചിൽ കേൾക്കാൻ വയ്യ. ഇന്ന് അയാളുടെ കഥ കഴിക്കണം. ഈ പാറക്കല്ല്, അപ്പോ വലിയൊരു പാറക്കല്ല് കൈ പിടിച്ചിട്ടാ നിൽക്കുന്നത്. എന്തിനാ? തലയിലേക്ക് ഇടണം, എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ പറഞ്ഞ ഈ പാറക്കല്ല് തലയിൽ തന്നെ വീഴ്ത്തണം. സുകുമാരൻ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു, പല്ല് ഞെരിച്ചു. താൻ എത്ര എളിമയോടുകൂടിയാണ് അയാളോട് പെരുമാറുന്നത് അല്ലേ. സുകുമാരൻ ഇങ്ങനെ ആലോചിക്കണം, താൻ എത്ര എളിമയോട്, അതായത് എളിമ പറഞ്ഞ എന്താണ്? ഭവ്യതയോടെ അല്ലെ, ആദരവോടെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്നാ പറഞ്ഞത്. അയാളോട് എത്ര ഭവ്യതയോട് കൂടിയാണ് പെരുമാറുന്നത്. ഇത്രയും അച്ചടക്കവും അനുസരണയും കാണിക്കുന്ന ശിഷ്യന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോ സുകുമാരൻ നല്ല കുട്ടിയാണ് അല്ലെ, അനുസരണയും അച്ചടക്കവും ഉള്ള കുട്ടിയാണ്. എന്നിട്ടും ശാസന തന്നെ ശാസന. എന്നിട്ടും എന്താണ്? വഴക്ക് തന്നെ വഴക്ക്. പുറത്താരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നു. സുകുമാരൻ ചെവിയോർത്തു. അതാ അവർ വരികയാണ്. ആരൊക്കെ? ഗുരുവും ഗുരുപത്നിയും. അകത്ത് കയറി അത്താഴം കഴിക്കാൻ ഇരിക്കട്ടെ, അപ്പോൾ കല്ല് തലയിലേക്കിടാം. അകത്ത് കയറി അത്താഴം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ? കല്ല് തലയിലേക്കിടാ എന്നാണ് സുകുമാരൻ ആലോചിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഗുരുമന്ദിരത്തിലെ വിളക്ക് തെളിഞ്ഞു. സുകുമാരൻ ഒന്നുകൂടി ശ്വാസം അടക്കി പിടിച്ചു. എന്തിനാ? ആരെങ്കിലും കണ്ടാലോ അല്ലേ, അതുകൊണ്ട് ശ്വാസം അടക്കി പിടിച്ചു ഇരുന്നു. നെഞ്ചിടിപ്പിന്റെ ശബ്ദമെങ്ങാനും ഗുരു കേട്ടാലോ? അപ്പൊ ആളെ പിടിക്കൂലേ അല്ലേ, ഒളിച്ചെന്തിനാ ഇരിക്കുന്നു ചോദിക്കും. അതുകൊണ്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഗുരുപത്നി ചെറിയ പാത്രത്തിൽ അന്ന് കിട്ടിയ ഭിക്ഷച്ചോറ് വിളമ്പിയല്ലേ. ഓരോ ദിവസം കിട്ടുന്ന ഭിക്ഷച്ചോറ് കൊണ്ട് അവർ കഴിയുന്നത്. അപ്പൊ അന്ന് കിട്ടിയ ഭക്ഷണം ഒരു ചെറിയ പാത്രത്തിൽ വിളമ്പി. ഇരുവരും ഒരു പുൽപ്പായ വിരിച്ച് അത്താഴം കഴിക്കാനിരുന്നു. സുകുമാരന്റെ നെഞ്ച് പടപടാ എന്നിടിച്ചു അല്ലെ. വേഗത കേറി, പേടിയുണ്ടല്ലേ, ഒരാളെ കൊല്ലാനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പിന്റെ വേഗത കൂടി. അതുകൊണ്ടാ പറഞ്ഞ പടപടാ എന്നിടിച്ചു. ഇനി നിമിഷങ്ങൾ മാത്രം. തന്നെ ശാസിക്കുന്ന ദുഷ്ടനായ ഗുരുവിന്റെ കഥ ഇതോടെ തീരുകയാണ് അല്ലെ. നിമിഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊല്ലും അല്ലെ. അവൻ കല്ലിൽ മുറുകെ പിടിച്ചു. അപ്പോഴാണ് താഴെ ഒരു സംസാരം കേട്ടത്. സുകുമാരൻ ചെവി വട്ടം പിടിച്ച് അത് ശ്രദ്ധിച്ചു. ഗുരുപത്നി ഗുരുവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് ഗുരുപത്നി? അങ്ങ് എന്തിനാണ് നമ്മുടെ സുകുമാരനെ എപ്പോഴും ശാസിക്കുന്നത് അല്ലേ? ഗുരുപത്നി അദ്ദേഹത്തോട് ചോദിക്കാൻ, എന്ത്, അങ്ങ് എന്തിനാണ് തന്റെ സുകുമാരനോട് എപ്പോഴും ശാസിക്കുന്നത്? ശാസിക്കുക, വഴക്ക് പറയുക അല്ലെ. അവനെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കൃത്യമായി ചെയ്യുന്ന കുട്ടിയാണ്, എന്നിട്ടും എന്തിനാണ് അവനിങ്ങനെ വഴക്ക് പറയുന്നത് ചോദിച്ചു. ഓ, അത് നീ ശ്രദ്ധിച്ചോ? ഗുരു സന്തോഷത്തോടെ പത്നിയെ നോക്കി. തൊട്ടതിനൊക്കെ ഉപദേശിക്കുന്നത് അവന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഈയിടെ അവന്റെ മുഖം എപ്പോഴും
മ്ലാനമാണ്. മ്ലാനമാവുക പറഞ്ഞ എന്താണ്? ചിരിയും കളിയൊന്നുമില്ല അല്ലെ, ഒരു ദുഃഖമുള്ള ഒരു മുഖമാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറഞ്ഞത്. ഗുരുപത്നി വിശദമാക്കി. സുകുമാരൻ എൻ്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യനാണ്. അവനിൽ പല വിശിഷ്ട ഗുണങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പൊന്നുപോലെയാണ് അവന്റെ മനസ്സ്. എങ്കിലും ചെറിയ കുറവുകൾ അവനിൽ കാണുന്നുണ്ട്. അതുകൂടി നീക്കി അവനെ ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളക്കമുള്ളവനാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലാതെ വെറുതെ ശകാരിക്കുകയല്ല. ഗുരുവിന്റെ മുഖം അഭിമാനം കൊണ്ട് തൊടുത്തു അല്ലേ? സുകുമാരനെ പറ്റി വല്ലാത്ത അഭിമാനമാണ് ആർക്കുള്ളത്? ഗുരുവിനുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെ അഭിമാനം കൊണ്ട് തുടുത്തു എന്നാണ് പറഞ്ഞത് അല്ലെ? ഓഹോ, അങ്ങനെയാണല്ലേ, അപ്പൊ ഞാനും വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഗുരുപത്നി ക്ഷമാപണത്തോടെ അറിയിച്ചു. ഈ സംഭാഷണം കേട്ട് തട്ടിൻ മുകളിൽ ഇരുന്ന സുകുമാരൻ ഞെട്ടിയല്ലേ? അപ്പോഴാണ് സുകുമാരന് ഗുരുവിന്റെ മനസ്സറിയാൻ കഴിഞ്ഞത്. ഗുരുവിന് തന്നോട് അടങ്ങാത്ത സ്നേഹമാണുള്ളതെന്ന് മനസ്സിലായത് അല്ലേ? അവന്റെ കൈകാലുകൾ വിറച്ചു. ശ്വാസം പോലും പെട്ടെന്ന് നിലക്കുന്നത് പോലെ, നിന്നു പോകുന്ന പോലെ തോന്നി. തന്റെ പ്രാണനിൽ സ്നേഹിക്കുന്ന ഗുരു, തന്നെ ഊതിക്കാച്ചിയെ പൊന്നാക്കി മാറ്റാൻ പാടുപെടുന്ന ഗുരു, ഈ ഗുരുവിനെയാണോ താൻ ദയനീയമായി കൊല്ലാൻ ശ്രമിച്ചത്? താൻ ഒരു മഹാപാവിയാണ്, ഗുരുദ്രോഹിയാണ് അല്ലേ? ഗുരു എല്ലാം ബോധ്യപ്പെട്ടു സുകുമാരന്. തന്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഗുരുവിനെയാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഓർത്തപ്പോൾ ആർക്ക്? സുകുമാരന് വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ഒരു മഹാപാവിയാണ്, ഗുരുദ്രോഹിയാണ്, തേനും പാലും നൽകുന്ന കയ്യിൽ കൊത്താനൊങ്ങിയ സർപ്പമാണ് എന്നൊക്കെ അല്ലേ? ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അണപൊട്ടി ഒഴുകി. എന്താ? കണ്ണുനീര് വന്നുകൊണ്ടിരുന്നു. അതന്നെ. ഗുരുവും ഗുരുപത്നിയും ഉറക്കമായപ്പോൾ സുകുമാരൻ കയ്യിലുള്ള പിന്നെ അദ്ദേഹത്തെ കൊല്ലൂ? അദ്ദേഹത്തെ ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ അവരുറക്കമായപ്പോൾ സുകുമാരൻ കയ്യിലുള്ള പാറക്കല്ലുമായി ശബ്ദമുണ്ടാക്കാതെ പുറത്തു കടന്നു. പക്ഷെ അന്ന് രാത്രി സുകുമാരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് സുകുമാരന് ഉറങ്ങാൻ കഴിയാതിരുന്നത്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? താൻ ചെയ്ത തെറ്റ് വലിയ തെറ്റാണ് അല്ലെ? തന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഗുരുവിനെയാണ് താൻ കൊല്ലാൻ ശ്രമിച്ചത് എന്ന കുറ്റബോധം അവന് നിറഞ്ഞു അല്ലെ? അതുകൊണ്ടാണ് അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അതിരാവിലെ അവൻ ഗുരുവിന്റെ സന്നിധിയിലെത്തി. സുകുമാരൻ വിനയപൂർവ്വം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് അങ്ങയോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്തായിരിക്കും പ്രധാന കാര്യം? താൻ ചെയ്ത തെറ്റിന് എന്താണ് പരിഹാരം? അതാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ അത്രപ്പരം മതി മക്കളെ, ഒരുപാടായി. ഇന്ന് ഒന്ന് വായിച്ചേ. ആരാ ഒന്ന് വായിക്കുന്നേ? ജോഷി ഒന്ന് വായിച്ചേ. കുറെ ദിവസമല്ലോ ജോഷി വായിച്ചിട്ട്. എല്ലാവരും നോക്കിയിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം വായിക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ വായിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ തപ്പിത്തടയണ്ട, നല്ലതുപോലെ ശ്രദ്ധിക്കുക വായിക്കുന്നത്. വായിച്ചു. പാഠം 3. ഗുരുവചനം തിരുവചനം. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഗുരുവും ഗുരുപത്നിയും പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. മറ്റാരും അടുത്തെങ്ങുമില്ല. ഇത് തന്നെ നല്ല തക്കം. ഇന്ന് അയാളുടെ കഥ കഴിക്കണം. സുകുമാരൻ ഒരു വലിയ പാറക്കല്ലുമായി പാത്തും പതുങ്ങിയും ഗുരുവിന്റെ തട്ടിൻ പുറത്ത് വലിഞ്ഞു കയറി. വീടിന്റെ മേൽക്കൂരയിൽ എവിടെയോ ഇരുന്ന് നരിച്ചീറുകൾ ബഹളം കൂട്ടുന്നുണ്ട്. സുകുമാരൻ തന്റെ കയ്യിലുള്ള പാറക്കല്ല് ബലമായി പിടിച്ചു. അവൻ അവിടെ ഇരുന്ന് ഓരോന്നങ്ങ് ഓർക്കാൻ തുടങ്ങി. എത്ര നാളായി അയാൾ തന്നെ ശകാരിക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശകാരം തന്നെ ശകാരം. ഗുരുവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം?
എന്താ കാര്യം? ഉം. ശിഷ്യനോട് അല്പമെങ്കിലും കരുണ കാണിക്കണ്ടേ? ഉം. ഇങ്ങനെയും ഉം. ഇങ്ങനെയും കുറ്റം പറച്ചിൽ കേൾക്കാൻ വയ്യ. ഇനിയും കുറ്റം പറച്ചിൽ കേൾക്കാൻ വയ്യ. ഇന്ന് അയാളുടെ കഥ കഴിക്കണം. ഈ പാറക്കല്ല് തലയിൽ തന്നെ വീഴ്ത്തണം. സുകുമാരൻ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. പല്ല് ഞെരിച്ചു. ഞെരിക്കുക പറഞ്ഞാൽ ഇങ്ങനെ കടിക്കുന്നതിനാ പറയുന്നത്, ഞെരിക്കുക. പല്ല് ഞെരിച്ചു. താൻ എത്ര എളിമയോടാണ് അയാളോട് പെരുമാറുന്നത്. ഇത്രയും അടക്കവും അനുസരണയും കാണിക്കുന്ന ശിഷ്യന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്നിട്ടും ശാസന തന്നെ ശാസന. പുറത്താരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നു. സുകുമാരൻ ചെവിയോർത്തു. അവർ വരികയായി. ഗുരുവും ഗുരുപത്നിയും അകത്തു കയറി. അത്താഴം കഴിക്കാനിരിക്കട്ടെ. അപ്പോൾ കല്ല് തലയിലിടാം. ഓക്കെ, മുഹമ്മദ് വായിച്ചേ. അടുത്തേ മുഹമ്മദ്. പെട്ടെന്ന് ഗുരുമന്ദിരത്തിലെ വിളക്ക് തെളിഞ്ഞു. സുകുമാരൻ ഒന്നും കൂടി ശ്വാസം അടക്കി പിടിച്ചു. നെഞ്ചിടിപ്പിന്റെ ശബ്ദമെങ്ങാനും കുരു കേട്ടാലോ? ഗുരുപത്നി ചെറിയ പാത്രത്തിൽ അന്ന് കിട്ടിയ വൃക്ഷച്ചോറ് വിളമ്പി. ഇരുവരും ഒരു പുല്ലുപായ വിരിച്ച് അത്താഴം കഴിക്കാനിരുന്നു. സുകുമാരന്റെ നെഞ്ച് പടപടാ എന്നിടിച്ചു. ഇനി നിമിഷങ്ങൾ മാത്രം. തന്നെ ശാസിക്കുന്ന ദുഷ്ടനായ ഗുരുവിന്റെ കഥ ഇതോടെ തീരുകയാണ്. അവൻ കല്ലിൽ മുറുകെ പിടിച്ചു. അപ്പോഴാണ് താഴെ ഒരു സംസാരം കേട്ടത്. സുകുമാരൻ ചെവി വട്ടം പിടിച്ച് അത് ശ്രദ്ധിച്ചു. ഗുരുപത്നി ഗുരുവിനോട് ചോദിക്കുകയാണ്, അങ്ങെന്തിനാണ് നമ്മുടെ സുകുമാരനെ എപ്പോഴും ശാസിക്കുന്നത്? അവൻ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. ഓ, അത് നീ ശ്രദ്ധിച്ചോ? ഗുരു സന്തോഷത്തോടെ പത്നിയെ നോക്കി. തൊട്ടതിനൊക്കെ ഉപദേശിക്കുന്നത് അവന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഈയിടെയായി അവന്റെ മുഖം എപ്പോഴും മ്ലാനമാണ്. ഗുരുപത്നി വിശദമാക്കി. സുകുമാരൻ എന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യനാണ്. അവനിൽ പല വിശിഷ്ട ഗുണങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പൊന്നുപോലെയാണ് അവന്റെ മനസ്സ്. എങ്കിലും ചെറിയ കുറവുകൾ അവനിൽ കാണുന്നുണ്ട്. അതുകൂടി നീക്കി അവനെ ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളക്കമുള്ളവനാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വെറുതെ ശകാരിക്കുകയല്ല. ഗുരുവിന്റെ മുഖം അഭിമാനം കൊണ്ട് തുടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പോ ഞാനും വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഗുരുപത്നി ക്ഷമാപണത്തോടെ അറിയിച്ചു. ഈ സംഭാഷണം കേട്ട് തട്ടിൻ മുകളിലിരുന്ന സുകുമാരൻ ഞെട്ടി. അവന്റെ കൈകാലുകൾ വിറച്ചു. ശ്വാസം പോലും പെട്ടെന്ന് നിന്ന് പോയതുപോലെ തോന്നി. തന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഗുരു തന്നെ ഊതിക്കാച്ചിയ പൊന്നാക്കി മാറ്റാൻ പാടുപെടുന്ന ഗുരു. ഈ ഗുരുവിനെയാണോ ഞാൻ ദാരുണമായി കൊല്ലാൻ ശ്രമിച്ചത്? താൻ ഒരു മഹാഭാവിയാണ്, ഗുരുദ്രോഹിയാണ്. തേനും പാലും നൽകുന്ന കയ്യിൽ കൊത്താനാക്കിയ സർപ്പമാണ്. ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ അണപൊട്ടിയൊഴുകി. ഗുരുവും ഗുരുപത്നിയും ഉറക്കമായപ്പോൾ സുകുമാരൻ കയ്യിലുള്ള പാറക്കല്ലുമായി ശബ്ദമുണ്ടാക്കാതെ പുറത്തു കടന്നു. പക്ഷേ അന്നു രാത്രി സുകുമാരൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അതിരാവിലെ അവൻ ഗുരുവിന്റെ സന്നിധിയിലെത്തി. സുകുമാരൻ വിനയപൂർവം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക്
അങ്ങയോട് ഒരു പ്രധാന കാര്യം ചോദിച്ചറിയാനുണ്ട്. ഓക്കെ മോനെ, അത് മതി. അതുവരെ നമ്മൾ എടുത്തുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യാ നിങ്ങള് നല്ലതുപോലെ വായിക്കണേ. കുറെ പേര് വോയിസ് ക്ലിപ്പ് ഒന്നും അയക്കലേ ഇല്ല. കുറെ പേര് കൃത്യമായി അത് ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവർക്ക് അറിയാം ആരൊക്കെയാണ് ചെയ്യാത്ത ആളുകൾ എന്ന്. ഞാൻ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആരൊക്കെയാണ് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു തരാത്തവര്. ആരും വിചാരിക്കണ്ട ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം ആരും വിചാരിക്കരുത് കേട്ടോ. അതുകൊണ്ട് കൃത്യമായി ഒരു 3 തവണയെങ്കിലും നിങ്ങളിത് കൃത്യമായി വായിച്ചതിന് ശേഷം മൂന്നാമത്തെ ഒന്ന് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു തന്നാൽ മതി. തപ്പിത്തടിയുന്നത് വേണ്ട, നല്ലതുപോലെ വായിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇത് വായിക്കാൻ പറയുന്നവരോ, നിങ്ങൾ നല്ലതുപോലെ വായിക്കാൻ പഠിക്കാൻ. എന്നാ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അത് ടെക്സ്റ്റ് വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾക്ക് അതിന്റെ കിട്ടാൻ തുടങ്ങും. ഇത് ടെക്സ്റ്റ് ഞാൻ എടുക്കുന്ന മാത്രം മതിയായാലും നിങ്ങൾക്ക് ആ ആൻസർ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാ, നല്ലതുപോലെ 2-3 പ്രാവശ്യം മക്കൾ വായിക്കണം. വായിച്ചിട്ട് സൈൻ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കൂല കേട്ടോ. ഓക്കെ, വോയിസ് ക്ലിപ്പ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേ? കൊറേ പേരിട്ടു എന്നല്ലോ മിസ്സിന്. അതേപോലെ ഓ അപ്പൊ ഇന്ന് പഠിപ്പിച്ച അത്രയും ഭാഗം പോരെ? ആ, അത്രയും ഭാഗം മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എന്ത്, അടുത്ത വെഡ്നെസ്ഡേ നമുക്കൊരു എക്സാം ഉണ്ടാവും. 2ാമത്തെ ലെസന്റെ പഠിച്ചിട്ട് തന്നെ വരണം. എല്ലാ മക്കളും പഠിച്ചിട്ട് തന്നെ വരണം കേട്ടോ. ഒപ്പിക്കേഴ്സ് ഒന്നും വേണ്ട, പഠിക്കാതെ ഒന്നും വേണ്ട, പഠിച്ചിട്ട് ആൻസർ എഴുതണം. അതിനാണ് ഇത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. വെറുതെ എക്സാം ഇങ്ങനെ എഴുതാനല്ല. ഓക്കെ ഓക്കെ, ബൈ. 2ാം പാഠം അല്ലേന്ന്? ആ, 2ാം പാഠം. ഫസ്റ്റ് പാഠത്തിന്റെ നമ്മളെ എക്സാം കഴിഞ്ഞല്ലേ? ഓക്കെ, ബൈ. See you. Bye. Bye, Miss. Thank you, Miss. Bye. Thank you. Thank you, Miss.